വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് ജോമി ജോസഫ്. ഞാനൊരു ഇൻഷുറൻസ് അഡ്വൈസറാണ്. LICയുടെ പെൻഷൻ പ്ലാനുകൾ ശരിക്കും നല്ലതാണോ എന്നുള്ളൊരു ചർച്ചയാണ് ഇന്നത്തെ വീഡിയോയുടെ അകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പം LIC പെൻഷൻ പ്ലാനുകൾ, വലിയ തുകകൾ LIC പെൻഷൻ പ്ലാനുകളിലെ ആളുകൾ ഈ ഒരു ഇടയായിട്ട് ഇടുന്നുണ്ട്. കാരണം ബാങ്കുകളെക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റ് LICയിൽ ഉള്ളത് കൊണ്ടാണ് ആളുകൾ ഇങ്ങനെ ഇടുന്നത്. ഇത് ശരിക്കും നല്ലതാണോ എന്നുള്ളൊരു വിചിന്തനമാണ് ഇന്നത്തെ വീഡിയോയുടെ അകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നേരെ നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ അകത്തേക്ക് കിടക്കാം. ഞാൻ ആദ്യത്തെ ഒരു സ്ലൈഡിനകത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ റെസിഡന്റ് ആയിട്ടുള്ള വ്യക്തികൾക്ക് 5 വർഷം മുതൽ 10 വർഷം നമ്മൾ ഇടുമ്പോൾ കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ് അവിടെ ഓരോ ബാങ്കുകളുടെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമുക്ക് മാക്സിമം കിട്ടുന്ന ഒരു ഇൻട്രസ്റ്റ് റേറ്റ് എന്നുള്ളത് ഒരു 7.10 ഒക്കെയാണ്. ഇത് 8/6/2025, അതായത് ജൂൺ 8-ലാണ് ഇത് വീണ്ടും കുറഞ്ഞിട്ടുണ്ട്. നിലവിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടുന്നത് LICയുടെ പെൻഷൻ പ്ലാനുകളിലാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക. അടുത്തൊരു സ്ലൈഡിലേക്ക് പോകുമ്പോൾ NREസിനാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ പെൻഷൻ പ്ലാനുകൾ കൊണ്ട് ബെനിഫിറ്റ് കിട്ടുന്നത്. ഒന്നാമത്തെ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് GST അടയ്ക്കേണ്ട ആവശ്യമില്ല. അവരുടെ റെസിഡന്റ് പ്രൂഫ് സബ്മിറ്റ് ചെയ്തിട്ട് ഈ പ്ലാൻ എടുക്കുമ്പോൾ ആ GST എമൗണ്ട് ഒഴിവായി കിട്ടും. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ പുതിയ ഇൻകം ടാക്സ് റൂൾ പ്രകാരം നമുക്ക് 12 ലക്ഷം രൂപ വരെ ഈ ഫിനാൻഷ്യൽ ഇയർ തൊട്ട് നമുക്ക് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇയർലി 1 lakh പെൻഷൻ വാങ്ങിയാൽ പോലും അവർക്ക് യാതൊരു ടാക്സും ഇല്ലാതെ തന്നെ ആ എമൗണ്ട് അവർക്ക് തിരിച്ചു കിട്ടും. അപ്പൊ അവർക്ക് ഈ NRE അക്കൗണ്ടിനകത്ത് SBI കൊടുക്കുന്ന റേറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുക. അപ്പൊ 5 to 10 year ഒക്കെ ഇടുകയാണെങ്കിൽ 6.3 ആണ് ബിലോ 3 crore കിട്ടുന്നത്. അബോ 3 crore ആണെങ്കിൽ 6.25 ആണ് കിട്ടുന്നത്. അപ്പൊ അതിനേക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്തായാലും നമ്മുടെ ജീവൻ അക്ഷയിലും ജീവൻ ശാന്തിയിലും LICയിലും ഉണ്ട്. അതുപോലെ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പെനാൽറ്റിയാണ്. പ്രിമേച്ചർ ക്ലോസിംഗ് വന്നു കഴിഞ്ഞാൽ വരുന്ന പെനാൽറ്റിയാണ്. അതായത് 5 ലക്ഷം വരെ ആണെങ്കിൽ 0.5ഉം 5 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ 1% അവരവിടെ പെനാൽറ്റി പിടിക്കുന്നുണ്ട്. നമ്മുടെ ജീവൻ ശാന്തിയുടെ അകത്താണെങ്കിൽ എപ്പോൾ നിങ്ങൾ സറണ്ടർ ചെയ്താലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിനേക്കാളും കൂടുതലുള്ള എമൗണ്ട് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുകൊണ്ട് ഇത് എപ്പോഴും ഏറ്റവും സ്യൂട്ട് ആയിട്ടുള്ള ഒരു പ്ലാനാണ് NREസിനെ സംബന്ധിച്ച്. ഇൻട്രസ്റ്റും കൂടുതലാണ്, നമുക്ക് പ്രിമേച്ചർ ക്ലോസിംഗും എപ്പോൾ ക്ലോസ് ചെയ്താലും, അതായത് 3 months കഴിഞ്ഞ് നമുക്ക് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് ഫുൾ എമൗണ്ടിനേക്കാൾ കൂടുതലുള്ള ഒരു എമൗണ്ട് ആണ് നമുക്കിവിടെ തിരിച്ചു കിട്ടുക. NREസിന്റെ FCNR എന്ന് പറയുന്ന ഒരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് സ്കീമിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുക. നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. ജപ്പാനിലൊക്കെ ആണെങ്കിൽ കിട്ടുന്ന 5 ഇയറിന് കിട്ടുന്ന റേറ്റ് എന്നുള്ളത് 0.3 ഒക്കെയാണ്. അതുപോലെ തന്നെ ഓസ്ട്രേലിയ ആണെങ്കിൽ 3.85 ആണ്, കാനഡ ആണെങ്കിൽ 3.05 ആണ്. അതുപോലെ തന്നെ യൂറോപ്യൻ കൺട്രീസിലാണെങ്കിൽ 1.5, 1.57 ഒക്കെയാണ്. USD ആണെങ്കിൽ 3.9 ആൻഡ് 4.33 ഒക്കെയാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് വളരെ കുറഞ്ഞ റേറ്റ്സ് ആണ് അവർക്ക് ഈ NREസിനെ FD ഇടുമ്പോൾ കിട്ടുന്ന റേറ്റ്. അപ്പൊ നമ്മുടെ ഇവിടെ ഇടുമ്പോൾ ഇതിനേക്കാൾ നല്ലൊരു റേറ്റ് അത് ഗ്യാരണ്ടീഡ് ആയിട്ട് ലൈഫ് ടൈം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ NREസിന് ഏറ്റവും സ്യൂട്ട് ആയിട്ടുള്ള ഒരു പ്ലാൻ തന്നെയാണ് ജീവൻ ശാന്തി, അതുപോലെ തന്നെ ജീവൻ അക്ഷയ് എന്നുള്ളത്. ഇനി 2-3 ഉദാഹരണങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുക. അക്ഷയുടെ ഒരു ഉദാഹരണമാണ് ഞാനത് കാണിച്ചിരിക്കുന്നത്. മന്ത്ലി പെൻഷൻ നമുക്ക് 1 ലക്ഷം രൂപ കിട്ടുന്ന രീതിയിലാണ് ഇതിവിടെ കാണിച്ചിരിക്കുക. ഏജ് ഞാൻ എടുത്തിരിക്കുന്നത് 55 ആണ്. മന്ത്ലി പെൻഷനാണ് ഇവിടെ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ മന്ത്ലി 1 ലക്ഷം രൂപ വെച്ച് പെൻഷൻ കിട്ടാനായിട്ട് ആ വ്യക്തി ഇൻവെസ്റ്റ് ചെയ്യേണ്ട എമൗണ്ട് എന്നുള്ളത് 1,85 ലക്ഷം രൂപയാണ്. അപ്പൊ ആ വ്യക്തിക്ക് ലൈഫ് ടൈം ഗ്യാരണ്ടീഡ് ആയിട്ട് 1 ലക്ഷം രൂപ പെൻഷൻ കിട്ടുന്നു. കാലശേഷം നോമിനി ആരെയാണ് വെച്ചിരിക്കുന്നത് അവർക്ക് ഈ ഒരു എമൗണ്ട് തിരിച്ചു കിട്ടും. ഇനി അതല്ല, ആ വ്യക്തിക്ക് ഒരു 6 വർഷത്തിന് ശേഷം സറണ്ടർ ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ, അപ്പൊ 1.85 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് 6 വർഷം കഴിഞ്ഞിട്ട് അത് സറണ്ടർ ചെയ്യേണ്ട വന്നു കഴിഞ്ഞാൽ സറണ്ടർ വാല്യൂ ആ വ്യക്തിക്ക് കിട്ടുന്നത് 1,56,76,764 രൂപയാണ്. പക്ഷേ ആ വ്യക്തിക്ക് പെൻഷനായിട്ട് 6 വർഷം 72 ലക്ഷം രൂപ ഓൾറെഡി കിട്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നെറ്റ് എഫക്റ്റ് നോക്കുമ്പോൾ 2,28,76,764 രൂപ ആ വ്യക്തിക്ക് 6th ഇയർ ആകുമ്പോൾ കിട്ടിയിട്ടുണ്ടാവും. ആ വ്യക്തി ഇൻവെസ്റ്റ് ചെയ്തത് 1,85 ലക്ഷം രൂപയാണ്. അപ്പോൾ നമുക്ക് സറണ്ടർ ചെയ്താൽ പോലും അത് നഷ്ടമില്ലാത്ത രീതിയിൽ ലാഭത്തോടു കൂടെ തന്നെ അത് സറണ്ടർ ചെയ്യാനും പറ്റും. സറണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞത്, സറണ്ടർ ചെയ്യാൻ വരുന്ന ഒരു സിനാറിയോ ആണ് ഞാൻ ഇവിടെ കാണിച്ചത്. ഇനി ആ കിട്ടുന്ന 1 lakh മന്ത്ലി കിട്ടുന്ന ആ പെൻഷനെ ഒരു 6% വെച്ച് ഇൻട്രസ്റ്റ് കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 14.5 ലക്ഷം അഡീഷണൽ ആയിട്ട് ഇത് കൂടാതെ ആ വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ജീവനക്ഷയ ആണെങ്കിൽ നമുക്ക് വെയിറ്റിംഗ് പീരീഡ് ഇല്ല. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള annuity പ്ലാൻ ആണ്. മന്ത്ലി എടുക്കുമ്പോൾ നെക്സ്റ്റ് മന്ത് തുടങ്ങിയിട്ട് ഗ്യാരണ്ടീഡ് ആയിട്ട് ലൈഫ് ടൈം നമുക്ക് ഈ ഒരു പെൻഷൻ കിട്ടും. അപ്പൊ നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കണം. നമുക്ക് 6.8 വരെ എഫക്റ്റീവ് ആയിട്ടുള്ള റേറ്റ് ഇവിടെ കിട്ടുന്നുണ്ട്. അത് ത്രൂ ഔട്ട് ഗ്യാരണ്ടീഡ് ആണ്. അപ്പൊ വെയിറ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് തീർച്ചയായിട്ടും അക്ഷയ ഓപ്റ്റ് ചെയ്യാം.
ഇനി അടുത്തൊരു ഉദാഹരണം ജീവൻ ശാന്തിയുടെ എടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ജീവൻ അക്ഷയ്ക്ക് 1,85 രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് മന്ത്ലി 1 ലക്ഷം വെച്ച് പെൻഷൻ കിട്ടുന്നത്. ഇനി അത്രയും അടയ്ക്കാനില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കാം. 1,53 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ആ വ്യക്തിക്ക് 1 ലക്ഷം രൂപ പെൻഷൻ കിട്ടാനായിട്ട് നമുക്ക് തേർഡ് ഇയർ മുതൽ ആണ് നമുക്ക് ഈ ഒരു പെൻഷൻ മന്ത്ലി ആയിട്ട് 1 ലക്ഷം രൂപ വെച്ചിട്ട് കിട്ടുക. അപ്പൊ നമ്മൾ ഇങ്ങനെ 3 വർഷം വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 32 ലക്ഷം കുറച്ചടച്ചാൽ മതി. അപ്പൊ നമുക്ക് ഈ സെയിം എമൗണ്ട് ഓഫ് പെൻഷൻ ഇവിടെ കിട്ടുന്നു. 8.29 ആണ് നമുക്ക് ഇവിടെ കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ്. അത് ത്രൂ ഔട്ട് ഗ്യാരണ്ടീഡ് ആണ്. ഇനി അടിയിൽ കൊടുത്തിട്ടുള്ള ഒരു സിനാരിയോ എന്നുള്ളത് 6ാമത്തെ വർഷം ആ വ്യക്തി ഇത് സറണ്ടർ ചെയ്താൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അവിടെ കൊടുത്തിരിക്കുക. അപ്പോൾ 1,53 രൂപ കൊടുത്ത് 3 ഇയർ വെയിറ്റിംഗ് പീരീഡിൽ വ്യക്തി എടുത്ത് 3 വർഷം പെൻഷൻ വാങ്ങിയിട്ട് അത് സറണ്ടർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്നുള്ളത് സറണ്ടർ വാല്യൂ കിട്ടുന്നത് 1,61,69,881 രൂപയാണ്. അപ്പോൾ 1,53 വ്യക്തി അടച്ചത്. ആ വ്യക്തി കിട്ടുന്ന സറണ്ടർ വാല്യൂ എന്നുള്ളത് 1,61. അപ്പൊ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം, സറണ്ടർ ചെയ്താൽ പോലും വലിയ കൂടുതലുള്ള ഒരു എമൗണ്ട് ആണ് ഇവിടെ കിട്ടുന്നത്. അത് കൂടാതെ 3 വർഷം കിട്ടിയിട്ടുള്ള പെൻഷൻ 36 ലക്ഷം രൂപയുണ്ട്. അപ്പൊ നെറ്റ് എഫക്ട് നോക്കുമ്പോൾ 1,97,79,881 രൂപ ആ വ്യക്തിക്ക് ടോട്ടൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതൊരു ഗെയിൻ ആണോ ലോസ് ആണെന്നുള്ളത് നിങ്ങൾ തന്നെ ചിന്തിക്കുക. അതുകൂടാതെ 1 ലക്ഷം രൂപ വെച്ച് മന്ത്ലി 3 വർഷം മേടിക്കുമ്പോൾ ഒരു 6% ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ പോലും ഒരു 3.6 ലക്ഷം രൂപ അവിടെ അഡീഷണൽ ആയിട്ട് ഇത് കൂടാതെ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോഴും നമുക്ക് അതിനനുസരിച്ചുള്ള പ്രത്യേകത, ഒന്നാമത് പ്രീമിയം കുറച്ചടച്ചാൽ മതി. നമ്മുടെ അടയ്ക്കുന്ന എമൗണ്ട് കുറവാണ്, അതുപോലെ നമുക്ക് കിട്ടുന്ന സറണ്ടർ വാല്യൂ അത്രയും കൂടുതലാണ്. അപ്പൊ ഇതുകൂടെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ഇനി സെയിം ജീവൻ ശാന്തി തന്നെ 5 ഇയറിന്റെ ആണ് ഞാൻ അവിടെ കാണിച്ചിരിക്കുക. ഇനിയിപ്പോ 1,55 നമുക്ക് അടയ്ക്കാനില്ല, 1,53 അടയ്ക്കാനില്ല. അങ്ങനെയാണെങ്കിൽ 1,34 അടച്ചു കഴിഞ്ഞാൽ 1,34 ലക്ഷം രൂപ അടച്ചു കഴിഞ്ഞാൽ 5ാമത്തെ വർഷം മുതൽ എല്ലാ മാസവും 1 ലക്ഷം രൂപ വെച്ചിട്ട് പെൻഷൻ ഈ 55 വയസ്സുള്ള വ്യക്തിക്ക് കിട്ടും. അതായത് ചിലപ്പോൾ ഒരു 60 പെൻഷൻ മതി എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഈ വ്യക്തിക്ക് ഇത് എടുക്കാവുന്നതാണ്. ഇവിടെ ഇനി അത് 6ാമത്തെ വർഷം സറണ്ടർ ചെയ്യുമ്പോൾ, അതായത് 5 വർഷം വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞ് 1 വർഷം പെൻഷൻ വാങ്ങി സറണ്ടർ ചെയ്യുമ്പോൾ, അപ്പോൾ 1,34 അടയ്ക്കുമ്പോൾ നമുക്കറിയാം നേരത്തെ ജീവനക്ഷി ഇമ്മീഡിയറ്റ് പ്ലാൻ എടുക്കുന്നതിൽ നിന്ന് ഇവിടെ 5 ഇയർ വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 51 ലക്ഷം രൂപ ലെസ് ചെയ്തിട്ട് അടച്ചാൽ മതി. അത്രയും കുറച്ച് അടച്ചാൽ മതി. 1,85 പകരം ഇവിടെ 1,34 അടയ്ക്കണ്ടു. ഇനി അത് 6th ഇയർ സറണ്ടർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1,59,07,867 രൂപയാണ്. അപ്പോൾ 1,34 ഇട്ടിട്ട് നമുക്ക് 1,59 തിരിച്ചു കിട്ടുന്നത് ഇവിടെ സറണ്ടർ ചെയ്യുന്നത്. അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം. സറണ്ടർ വാല്യൂ ഇത്രയും കൂടിയിട്ടുള്ള ഒരു പോളിസി വേറെ ഇല്ല. അതുപോലെ തന്നെ 1 വർഷത്തെ പെൻഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത 12 ലക്ഷം രൂപയുണ്ട്. അതിന്റെ ഒരു ഇൻട്രസ്റ്റ് ഒരു 0.45 ലാക്ക് അവിടെ വേറെ അഡീഷണൽ ഉണ്ടാവും. നമ്മുടെ നെറ്റ് എഫക്റ്റ്, നെറ്റ് ടോട്ടൽ വാല്യൂ നമ്മുടെ ഗെയിൻ നോക്കുമ്പോൾ, ഗെയിൻ അല്ല നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ടോട്ടൽ നമുക്ക് തിരിച്ചു കിട്ടിയ എമൗണ്ട് നോക്കുമ്പോൾ 1,71,867 രൂപ. 1,34 ഇട്ടിട്ടാണ് നമുക്ക് ഇവിടെ ഇത്രയും കിട്ടുന്നത്. ഇത് സറണ്ടർ ചെയ്യേണ്ട ആവശ്യമില്ല. സറണ്ടർ ചെയ്താൽ പോലും നല്ലൊരു എമൗണ്ട് ആണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. ഇവിടെ കിട്ടുന്ന എഫക്റ്റീവ് റേറ്റ് എന്നുള്ളത് 9.39% ആണ് നമുക്ക് ത്രൂ ഔട്ട് ലൈഫ് ടൈം കിട്ടുന്നത്. അതുപോലെ തന്നെ ജീവൻ ശാന്തിയിൽ നമുക്ക് നമ്മുടെ ഇൻട്രസ്റ്റ് പീരീഡ് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ റിസ്ക് അവർ കഴിഞ്ഞാൽ നമുക്ക് 105% നമുക്ക് നോമിനിക്ക് കിട്ടുന്ന റിട്ടേൺ. ഒരു അഡീഷണൽ ഒരു 5% നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഇനി ലാസ്റ്റ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ലൈഫ് കവറിന്റെ ഒരു കമ്പാരിസൺ ആണ്. ഇവിടെ ജീവൻ ശാന്തിയിലുള്ള ലൈഫ് കവർ എങ്ങനെയാണെന്നുള്ളത് കാണിക്കാനാണ്. നമ്മൾ ഡെഫർമെന്റ് ടേം 5 ആണ് എടുത്തത്. നേരത്തെ എടുത്ത സ്ലൈഡിലെ പോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് 1.34 crore ആണ്. പെൻഷൻ കിട്ടുന്നത് 1,607 രൂപയാണ് ഇവിടെ പെൻഷനായിട്ട് മന്ത്ലി കിട്ടുക. അപ്പോൾ ഫസ്റ്റ് ഇയറുള്ള ലൈഫ് കവർ എന്ന് പറയുന്നത് 1.45 ആണ്. 1.34 ഇടുമ്പോൾ നമുക്ക് കിട്ടുന്ന ലൈഫ് കവർ ഫസ്റ്റ് ഇയർ 1.45 ആണ്. സെക്കൻഡ് ഇയർ ആകുമ്പോൾ 1.56, തേർഡ് ഇയർ ആകുമ്പോൾ 1.67, ഫോർത്ത് ഇയർ ആകുമ്പോൾ 1.79, ഫിഫ്ത്ത് ഇയറിലാണ് പീക്ക് വരുന്നത്. കാരണം അവിടെ നമ്മുടെ ഡെഫർമെന്റ് ടേം തീരുകയാണ്. അപ്പോൾ 1.9 crore ആണ് നമുക്കിവിടെ ലൈഫ് കവർ കിട്ടുന്നത്. അപ്പൊ നെറ്റ് ലൈഫ് കവർ എടുത്ത് നോക്കുമ്പോൾ 56 ലക്ഷം രൂപയാണ്. ഈ സെയിം എമൗണ്ട് നമ്മളൊരു ടേം പ്ലാൻ എടുക്കണമെങ്കിൽ പോലും നമുക്ക് 3.1 ലക്ഷം രൂപ വെച്ചിട്ട് നമുക്ക് അടയ്ക്കണം ഇയർലി. നമ്മൾ പ്രീമിയം അടച്ചാൽ മാത്രമേ നമുക്ക് ഇത്രയും ഒരു ലൈഫ് കവർ എടുക്കാൻ പറ്റുള്ളൂ. അതുമല്ല, നമുക്ക് 55 വയസ്സുള്ള ഒരു വ്യക്തിക്ക് ഇത്രയും എടുക്കണം എന്നുണ്ടെങ്കിൽ എല്ലാ മെഡിക്കൽ ടെസ്റ്റുകളും എടുത്താൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഒരു ലൈഫ് കവർ ഒരു ടേം പ്ലാൻ എടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഇവിടെ യാതൊരു മെഡിക്കൽ ചെക്കപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെയാണ് ഇത്രയും ഒരു ലൈഫ് കവർ വരുന്നത്. ഇപ്പൊ 5 ഇയർ ഡെഫർ ചെയ്തിട്ട് ആ വ്യക്തിക്ക് 5ാമത്തെ വർഷം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്ത 1.34 അല്ല ഇവിടെ LIC കൊടുക്കുന്നത്. LIC കൊടുക്കുന്നത് 1.9 crore ആണ്. അപ്പൊ ആ വ്യക്തിക്ക് കിട്ടേണ്ട പെൻഷനും കൂടെ അഡീഷണൽ ആയിട്ട് ചേർത്താണ് നോമിനിക്ക് തിരിച്ചു കൊടുക്കുന്നത്. ഇനി 6th ഇയർ ആണെങ്കിൽ 1.77 ഉണ്ട്, 7th ഇയർ ആണെങ്കിൽ 1.65 ഉണ്ട്, 8th ഇയർ ആണെങ്കിൽ 1.53 ഉണ്ട്, 9th ആണെങ്കിൽ 1.4 ഉണ്ട്. അപ്പൊ 1.4
ക്രോറ് ത്രൂ ഔട്ട് ആ വ്യക്തിക്ക് കിട്ടും. അപ്പൊ നമ്മൾ 1.34 ഇട്ടാലും 1.4 ആണ് നമുക്ക് ഇവിടെ തിരിച്ച് നോമിനിക്ക് കിട്ടുക. ആ വ്യക്തിക്ക് കിട്ടുന്ന ലൈഫ് കവർ അത്രയും ഉണ്ട്. അപ്പൊ ഇത്രയും വലിയൊരു ലൈഫ് കവർ ആ വ്യക്തിക്ക്, പ്രത്യേകിച്ച് ഏജ് ഉള്ള വ്യക്തികൾക്ക് ഫ്രീ ആയിട്ട് എടുക്കാം, മെഡിക്കൽ ചെക്കപ്പ് ഒന്നും ഇല്ലാതെ എടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാൻ കൂടിയാണ് ഈ ജീവൻ ശാന്തി എന്നുള്ളത്. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്ന് നോട്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ കറണ്ട് റേറ്റ് 2-3 ദിവസത്തേക്ക് കൂടെ മാത്രമാണ് ഇനി ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ ആരെങ്കിലും ഒക്കെ ഇനി എടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു സുവർണാവസരം പ്രയോജനപ്പെടുത്തുക. അതുപോലെ ഈ പ്ലാനുകൾ ഏതെങ്കിലും എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിന് വേണ്ട സഹായങ്ങൾ ഞാൻ ചെയ്തു തരുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇത് അയച്ചു കൊടുക്കാൻ മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട് താഴെ കമന്റ് ആയിട്ട് അത് രേഖപ്പെടുത്താനും മറക്കരുത്. ഇതുപോലെയുള്ള നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.